കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമ ഏക സിവിൽ കോഡ് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ബിൽ അവതരിപ്പിച്ച തൊട്ടടുത്ത ദിവസം തന്നെ ബിൽ പാസ്സാവുകയും ചെയ്തു. ഇതോടെ ഏക സിവിൽ കോഡ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി. വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ. വ്യത്യസ്തമായ ആചാരങ്ങളും അവയ്ക്ക് സംരക്ഷണം നൽകുന്ന നിയമങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. വിവാഹം, വിവാഹമോചനം, പിന്തുടർച്ചാ അവകാശം, ദത്തെടുക്കൽ തുടങ്ങിയവ ഓരോ വിഭാഗങ്ങളിലും വ്യത്യസ്തമാണ്. ഇവയിലെ വ്യത്യാസങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും പൊതുവായൊരു വ്യക്തി നിയമം നടപ്പാക്കുക എന്നു വേണമെങ്കിൽ ഏക സിവിൽ കോഡിനെ വിശേഷിപ്പിക്കാം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ ഇതിന്റെ ചർച്ചകൾ നടന്നിരുന്നു. സ്വാതന്ത്ര്യത്തിനു ശേഷം ഭരണഘടനാ നിർമ്മാണ സഭയിൽ പൊതു സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിരുന്നു. ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ BR അംബേദ്കറും ഏക സിവിൽ കോഡിനെ അനുകൂലിക്കുന്നവരായിരുന്നു. എന്നാൽ ഏക സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ലെന്നും സമ്മതത്തോടെ നടപ്പാക്കേണ്ട ഒന്നാണെന്നുമായിരുന്നു അംബേദ്കറുടെ നിലപാട്. അംഗീകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നവർക്ക് മാത്രം ബാധകമാകും വിധത്തിൽ ഭാവിയിൽ പാർലമെന്റിന് ഇതു സംബന്ധിച്ച നിയമനിർമ്മാണം സാധ്യമാണെന്നാണ് അദ്ദേഹം ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയത്. ഇനി എന്താണ് ഏക സിവിൽ കോഡ് എന്ന് നോക്കാം. ബിൽ പ്രകാരം വിവാഹവും ലിവ്-ഇൻ ബന്ധങ്ങളും രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാണ്. വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്നവർ 1 മാസത്തിനകം തങ്ങളുടെ താമസ പരിധിയിലുള്ള രജിസ്ട്രാർക്ക് നിശ്ചിത ഫോറത്തിൽ അപേക്ഷ സമർപ്പിക്കണം. ഒരുമിച്ച് കഴിയുന്നവരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്തയാളാണെങ്കിൽ രജിസ്ട്രേഷൻ അനുവദിക്കുന്നതല്ല. നിർബന്ധിച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ അന്യായമായ സ്വാധീനം ചെലുത്തിയോ ആണ് പങ്കാളിയുടെ സമ്മതം വാങ്ങിയതെങ്കിൽ അത്തരം ബന്ധവും രജിസ്റ്റർ ചെയ്യില്ല. രജിസ്ട്രേഷൻ നടത്താതെ 1 മാസത്തിലധികം ഒരുമിച്ച് കഴിഞ്ഞാൽ 3 മാസം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം. ലിവ്-ഇൻ ബന്ധത്തിലെ പങ്കാളി ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ സ്ത്രീക്ക് ജീവനാംശം തേടി കോടതിയെ സമീപിക്കാം. ഇത്തരം ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് നിയമപരമായ എല്ലാ അവകാശങ്ങളും ഉണ്ടാകും. സാധാരണ വിവാഹങ്ങൾ 60 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യണമെന്ന് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. അല്ലാത്ത പക്ഷം 20,000 രൂപ വരെ പിഴ ചുമത്തും. 2010 മാർച്ച് 20-ന് ശേഷം എല്ലാ വിവാഹങ്ങളും 6 മാസത്തിനകം രജിസ്റ്റർ ചെയ്യണം. അതേസമയം രജിസ്റ്റർ ചെയ്യാത്ത കാരണത്താൽ വിവാഹം അസാധുവാകില്ലെന്നും ബിൽ വ്യക്തമാക്കുന്നുണ്ട്.